ഇന്നലെ വൈകുന്നേരം വരെ ചെക്കന്മാർ ഇത് ഫുട്ബോൾ കളിച്ചിട്ട് പാടാണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കും? നിങ്ങൾ എന്തായാലും വിശ്വസിക്കണം. ഇന്നലെ വൈകുന്നേരം വരെ ചളിയിലാണെങ്കിലും ചെക്കന്മാർ ഫുട്ബോൾ കളിച്ചിന് ഒരു പാടാണിത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് വൈകുന്നേരം വരെ നിർത്താതെ പെയ്ത മഴയ്ക്ക് കൂടിയ വെള്ളമാണിത്. പിന്നെ അവിടെ നിന്ന് കണ്ടോ നീന്തി വരുന്നത്? അതെന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ചെക്കന്മാർക്ക് ചെങ്ങാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടുന്നോ വാഴയൊക്കെ വെട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ വാഴേന്റെ വെയിറ്റ് കാരണം അവർക്ക് എടുത്തു കൊണ്ടുവരാൻ വയ്യ. അപ്പോൾ വെള്ളത്തിൽ ഒഴുക്കി കൊണ്ടുവരുന്ന പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. പിന്നെ പാടം വലിയ ആഴില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെള്ളത്തിലൊന്നും വിശ്വസിച്ചിറങ്ങാൻ പറ്റൂല. എവിടുന്നൊക്കെയോ ഒഴുകി വന്ന വെള്ളമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് പിന്നെ ബീച്ചിലൊക്കെ പോയിക്കുകയാണെങ്കിൽ നല്ല വെള്ളത്തിലാണല്ലോ നമ്മൾ കളിക്കണേന്ന്. പക്ഷെ അതൊന്നും നമ്മളെ അമ്മമാർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കുകയാണെങ്കിൽ നല്ല പൊടിപൂരം കിട്ടും. അതിനെക്കൊണ്ട് തന്നെ ഈ വീഡിയോയിലുള്ള എല്ലാ മക്കളോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഈ വീഡിയോ കണ്ടിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ അമ്മേന്റെ അടുത്ത് നിന്ന് പെട കിട്ടാന്ന് എനിക്ക് അറിയൂല. കാര്യമായിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങിയ 3 ആൾക്കാരാണ് കുഞ്ഞുട്ടനും ഹരിനന്ദന്മാരും. ഒരു 3 ആളും സൂക്ഷിക്കണമെന്ന് നന്നാവും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവർ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ വാഴയൊക്കെ സംഘടിപ്പിച്ചത്. എവിടേക്കോ പോയിട്ട് വാഴയൊക്കെ ചോദിച്ചു അതൊക്കെ വെട്ടി ഇവിടെ വെള്ളത്തിലിട്ട് ഒഴുക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ. പിന്നെ നമ്മളെ പീലിക്കുട്ടി നനഞ്ഞ കോഴിനെ പോലെ ഇരിക്കുന്നത് വേറെ ഒന്നല്ല, വെള്ളത്തിൽ ഇറങ്ങാൻ സമ്മതിക്കാത്തതിനാണ്. പക്ഷെ എന്റെ കണ്ണ് തെറ്റിച്ചിട്ട് മെല്ലെ ഒന്ന് ഇറങ്ങിയതിന് ഞാൻ ചീത്ത പറഞ്ഞാനാണ് ഇരിക്കുന്നത്. അങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന വാഴയൊക്കെ എങ്ങനെയൊക്കെയോ വലിച്ച് നമ്മള് മുറ്റത്ത് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചെങ്ങാടം കെട്ടാനുള്ള പരിപാടിയിലാണ്. ആദ്യം തന്നെ അതിന്റെ മുകളിലുള്ള തോലൊക്കെ ഇട്ട് ഒഴിവാക്കി. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് തോലൊന്നും പോക്കണ്ട, അത് നല്ല കട്ടി വേണ്ടേന്ന്. അങ്ങനെ അത് നിർത്തിയിട്ടോ. അപ്പൊ അമ്മ അവരോട് പറഞ്ഞ് മക്കളെ മുറ്റത്ത് പെറുക്കിരുന്ന ചണ്ടിയൊക്കെ എടുത്ത് ഒഴിവാക്കിക്കോള് കണ്ടിട്ടോന്ന്. അങ്ങനെ വാഴയുടെ 2 സൈഡും കറക്റ്റ് ആയിട്ട് മുറിച്ചതിന് ശേഷം നടുക്ക് കൂടെ ഒരു കമ്പി അടിച്ച് കയറ്റുകയാണ്. ശരിക്കും 3 കമ്പി വേണേന്നൊക്കെയാണ് പറയണത്. പക്ഷെ തെരഞ്ഞിട്ടൊന്നും കിട്ടിയില്ല, ആകെ 1 കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അത് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തിക്കണ്. പള്ളക്ക് കമ്പി അടിച്ച് കയറ്റി എല്ലാത്തിന്റെ ജീവൻ പോക്കിക്കണു. ഒക്കെ ശ്വാസം മുട്ടി കിടക്കണ മാതിരി കിടക്കണ്ട്. പിന്നെ എവിടുന്നൊക്കെയോ തപ്പി പിടിച്ച് കുറെ കയറുകളൊക്കെ ഒപ്പിച്ച് കൂട്ടിന്. പക്ഷെ ഇതൊക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേനും പൊട്ടിപ്പോണ സൈസ് കയറാണ്, ചൂടിന്റെയാണ്. ഇത്രയും തോന്നുന്ന ചൂടിക്കയറ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ബലമായ സംശയം ഇവിടുന്ന് അച്ചെടുത്ത് വെച്ചത് എടുക്കണതാണോ എന്നാണ്. അച്ഛന് തളപ്പ് കെട്ടാൻ വേണ്ടിട്ട് അച്ചെടുത്ത് വെക്കണതേ. അങ്ങനെ കുറെ നേരം ഇത് കെട്ടിയെടുക്കാൻ വേണ്ടിട്ട് അവർ എടുത്തിക്കണ്. ഒന്ന് കെട്ടുമ്പോഴത്തേനും നൂല് പൊട്ടി പോകും, പിന്നെയും വലിച്ചു കെട്ടും. അങ്ങനെ കെട്ടി അവസാനം എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തിക്കണ്. ഇത് കയറ് കെട്ടി ഇങ്ങനെ ഒരു ചെങ്ങാടത്തിന് രൂപമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വൈശാഖവും ഹരിയും ആയിട്ടോ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ചെങ്ങാടത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് വിശദീകരിക്കണില്ല, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളി. തള്ളി എടാ കമ്പി നോക്കിട്ടാര്
ചെങ്ങാടൊക്കെ അടിപൊളിയായിക്കണ്, പക്ഷെ ആള് കയറുമ്പോൾ താന്നു അത് മാത്രം ഒരു കുഴപ്പമുള്ളൂ ചെങ്ങാടത്തിന്. പിന്നെ ഉണ്ടാക്കിയ സാധനം പിന്നെയും കരയിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ട് പിന്നെയും കെട്ടിക്കൂട്ടാനുള്ള പരിപാടിയിലാണേ. കറക്റ്റായിട്ട് ഇട്ടോ. സഞ്ജു മാറാ സഞ്ജു നോട്ട് അടുക്കല എടാ ചിരിക്കല്ലടാ വീഡിയോ ആ കുഞ്ഞുമാണ്ടേ എടാ സാധനം എടുത്തോ എടാ പൊന്തൂല്ല പീലിയാണോ നമ്മളൊക്കെ രാവിലെ കയറിയില്ലേ അങ്ങനെ ചെങ്ങാട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇവർ ഇന്നലെ ഒന്നും ഉണ്ടാക്കിയിട്ടോ, ഇന്നലെ കഴുങ്ങൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടേനി, പക്ഷെ അതും പൂണ്ടു പോവുകയാണ്. ഇന്നും കുറെ കഷ്ടപ്പെട്ട് വാഴ വെച്ചിട്ട് ഉണ്ടാക്കി അതും പൂണ്ടു പോവുകയാണ്. അങ്ങനെ അവർക്ക് മടുത്ത് പോയിട്ടോ. ഇട്ട പണി എന്തായാലും മുഴുവനാക്കണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞാൽ എല്ലാവരോടും മുറ്റത്തുള്ള ചണ്ടിയൊക്കെ പെറുക്കിക്കോളാം. എല്ലാവരും ഓരോന്ന് പെറുക്കിക്കുകയാണെങ്കിൽ തന്നെ മുറ്റം ക്ലീൻ ആയല്ലോ. അപ്പൊ പറഞ്ഞതൊക്കെ അനുസരിച്ച് എല്ലാവരും കൂടെ ചണ്ടിയൊക്കെ പെറുക്കി ഒഴിവാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോടൊക്കെ ചോദിച്ചിട്ട് നാളെ ചങ്ങാട ഉണ്ടാക്കണ്ടോന്ന്. അപ്പോൾ പറഞ്ഞു ഇനി ഉണ്ടാക്കണേ ഇല്ലയെന്ന്. പക്ഷെ നല്ല വാഴ കിട്ടിക്കുകയാണെങ്കിൽ ഓരോ ഇനിയും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.